ചിങ്ങം പിറക്കുന്നു. വീട്ടിൽ നിന്നും ഈ വസ്തുക്കൾ കളയൂ, ഇല്ലെങ്കിൽ വീട് മുടിയും എന്ന് തന്നെ പറയാം. കർക്കിടകത്തിന്റെ ദുരിതത്തിൽ നിന്നും നാടെങ്ങും ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും പൊന്നിൻ ചിങ്ങമാസത്തിലേക്ക് കടക്കുകയാണ്. കൊല്ലവർഷം 1201 പിറക്കാൻ ഇനി ഒരു ദിനം മാത്രം. 2025 ഓഗസ്റ്റ് 17 ഇത്തവണ ചിങ്ങം 1. ഈ പറയുന്ന ഏതെങ്കിലും വസ്തുക്കൾ വീട്ടിലുണ്ടെങ്കിൽ അതെടുത്തു മാറ്റുക. അത് മൂദേവി സാന്നിധ്യമാണ്. മൂദേവി ഉള്ളിടത്ത് മഹാലക്ഷ്മി വരില്ല. ലക്ഷ്മി ഇല്ലാത്തിടത്ത് വിഷ്ണു സാന്നിധ്യവുമില്ല. വീട് മുടിയാൻ മറ്റെന്ത് വേണം? ആയതിനാൽ ഈ പറയുന്ന വസ്തുക്കൾ വീട്ടിലുണ്ടെങ്കിൽ അവ വീട്ടിൽ നിന്നും ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം പറയുന്നത്, വീട്ടിലെ ഈശാന കോൺ അഥവാ വടക്ക് കിഴക്കേ മൂല പൊടി പിടിച്ചും മാറാല പിടിച്ചും കിടക്കരുത്. ദൈവത്തിന്റെ വാസസ്ഥാനമാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. വീട്ടുമുറ്റത്ത് പൊട്ടിയ ചെടിച്ചട്ടി, പൊട്ടിയതും ഉപയോഗശൂന്യവുമായ പാത്രങ്ങൾ എന്നിവയുണ്ടെങ്കിൽ അവയെല്ലാം ഒഴിവാക്കുക. ഉമ്മറപ്പടിക്ക് നേരെ ഉണങ്ങിയ ചെടികൾ, പൊട്ടിയ മരച്ചില്ലകൾ എന്നിവയുണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് മാറ്റുക. കൂടാതെ അന്നം ലക്ഷ്മി ദേവിയാണ്. വീട്ടിലെ അരിപ്പാത്രം മാറാലയും പൊടിയും പിടിക്കാതെ തേച്ചു കഴുകി ചിങ്ങത്തിന് മുൻപ് തന്നെ അതിലെല്ലാം അരിയെല്ലാം നിറച്ച് വെക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വീട്ടിൽ നിന്നും ഉണങ്ങിയ പ്രസാദ ഇലകൾ ഉണ്ടെങ്കിൽ അതെല്ലാം എടുത്തു മാറ്റുക. പ്രസാദം എടുത്തു മാറ്റിയ ശേഷം കരിഞ്ഞ ഇലകളും പൂക്കളും മറ്റും ആരും ചവിട്ടാത്തിടത്ത് കൊണ്ടുചെന്ന് ഇടുക. ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. വീടും പരിസരവും എല്ലാം വൃത്തിയായി സൂക്ഷിക്കുക. പുതുവർഷ പുലരിയാണ് വരാൻ പോകുന്നത്. അതിനു മുൻപായി വീടും പരിസരവും പൂജാമുറിയും ശുചിയാക്കി മൂദേവിയെ പടിയിറക്കി ശ്രീദേവിയെ കുടിയിരുത്തുക. കുടുംബത്തിൽ സർവ്വ ഐശ്വര്യവും വർഷം മുഴുവൻ നിലനിൽക്കുന്നതാണ്.